ഇന്ത്യൻ സിനിമാ ലോകത്ത് ഇപ്പോൾ മുഴുവനും റിലീസുകളുടെ കാലമാണ്. അല്ലെങ്കിൽ മലയാളമായാലും തമിഴായാലും തെലുങ്കായാലൊക്കെ ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്, പലതും ഹിറ്റാവുന്നുണ്ട്. അപ്പോൾ ദളപതി വിജയുടെ ഇപ്പോൾ ഗില്ലിയൊക്കെ സച്ചിനും ഒക്കെ റിലീസ് ചെയ്ത് അത്യാവശ്യം നല്ല പേര് കിട്ടി. അത് തിയേറ്ററിൽ വീണ്ടും ആൾ കയറി, പ്രത്യേകിച്ച് ഗില്ലിക്ക്. ഇപ്പോൾ ഇതുപോലെ തന്നെ വിജയുടെ ഒരു വലിയൊരു സിനിമ, അത് വിജയുടെ കരിയറിൽ തന്നെ മാറ്റിമറിച്ച ഒരു സിനിമ, ആ ഒരു സിനിമ വീണ്ടും റിലീസ് ചെയ്യാൻ പോവാണ്. ആ ഒരു സിനിമയെക്കുറിച്ചും ആ സിനിമയുടെ അന്നത്തെ ചില കഥകളെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിദ്ദിഖ് എന്ന് പറയുന്ന സംവിധായകൻ്റെ കരിയറിലെ ഒരു വലിയൊരു സിനിമ, ഒരു മികച്ചൊരു സിനിമ തന്നെയാണ് ഫ്രണ്ട്സ്. നമുക്കറിയാം 99 വിഷു കാലത്ത് റിലീസ് ചെയ്തു, സൂപ്പർ ഹിറ്റായ സിനിമയാണ്. അതിൽ ജയറാമും മുകേഷും ശ്രീനിവാസനൊക്കെ ഇന്ന് നമുക്കറിയാം, അതിൽ സീനുകളൊക്കെ നമ്മൾ കണ്ടിട്ട്. ഈ സിനിമ അദ്ദേഹം 2001 പൊങ്കലിന് റിലീസ് ചെയ്ത ഒരു തമിഴ് സിനിമ, അതായത് ഇതിൻ്റെ ഒരു തമിഴ് റീമേക്ക് അദ്ദേഹം ചെയ്ത് 2001 പൊങ്കലിന് റിലീസ് ചെയ്തു. അതാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സിനിമ. അന്ന് വിജയും അജിത്തും ഒക്കെ ഒരേപോലെ നിൽക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് ജയറാമിൻ്റെ റോളിലോട്ട് വിജയ് വരുന്നു. അത് നിർമ്മിച്ചത് സ്വർഗചിത്ര അപ്പച്ചൻ എന്ന് പറയുന്ന മലയാളത്തിലെ നിർമ്മാതാവ് തന്നെയാണ്. സിദ്ദിഖ് ലാൽ സിനിമകളൊക്കെ ചെയ്ത് നമുക്ക് പരിചിതമാണ് അദ്ദേഹത്തെ. അപ്പോൾ അന്ന് അദ്ദേഹം ആ ഒരു സിനിമ ചെയ്യുമ്പോൾ വിജയ് 3 കോടിക്ക് റെമ്യൂണറേഷൻ വാങ്ങുന്ന ഒരു സമയമാണ്. പക്ഷേ ഇദ്ദേഹത്തിന് വേണ്ടി വിജയ് റെമ്യൂണറേഷൻ കുറച്ച് 1 കോടിയോളം എന്തോ കുറച്ച് 2 കോടിക്ക് എന്തോ ആണ് വിജയ് ആ ഒരു സിനിമ ചെയ്തത്. അപ്പോൾ അന്ന് ആ മുകേഷിൻ്റെ റോള് ചെയ്യാൻ ആര് എന്നുള്ളൊരു ആലോചന വന്നു കഴിഞ്ഞപ്പോൾ അന്ന് സൂര്യ 5 or 6 സിനിമകൾ ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ സൂര്യ എന്ന അത്യാവശ്യം പരാജയപ്പെട്ട് നിൽക്കുന്ന സൂര്യനെ അച്ഛനായ ശിവകുമാർ അഭിനയൊക്കെ മതിയാക്കി വിദേശത്തേക്കൊക്കെ പറഞ്ഞയക്കാൻ നിൽക്കുന്ന ഒരു സമയത്താണ് ഇവർ ഈ ഓഫറായിട്ട് പോകുന്നത്. പക്ഷേ അച്ഛന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ ഇവർ കൺവിൻസ് ചെയ്യിപ്പിച്ച ആ സിനിമ സൂര്യ ആ വേഷം ചെയ്യുന്നു. അന്ന് സൂര്യയ്ക്ക് വെറും 5 ലക്ഷം രൂപ എന്താണ് കൊടുത്തത്. സൂര്യ തന്നെ പിന്നീട് അത് ഈ ഒരു സിനിമയുടെ പേര് പറയാതെ സൂര്യ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂടെ അഭിനയിച്ച ഒരു നടന് കോടികൾ കൊടുത്തപ്പോൾ എനിക്ക് വെറും തുച്ഛമായ റെമ്യൂണറേഷൻ കിട്ടി ഈ ഒരു കാലം ഉണ്ടായിരുന്നു എന്നൊക്കെ സൂര്യ പറഞ്ഞിട്ടുണ്ട്. നിർമ്മാതാവും പറഞ്ഞിട്ടുണ്ട്, സ്വർഗചിത്രപ്പച്ചനും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അപ്പോൾ എന്തായാലും ആ ഒരു സിനിമ അന്ന് ചെയ്യുന്നു. സിനിമ പൊങ്കലിന് 2001 പൊങ്കലിന് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത വിജയകാന്തിൻ്റെ വാഞ്ചിനാഥൻ എന്ന് പറയുന്ന ഒരു സിനിമയും അജിത്തിൻ്റെ നമ്മുടെ മുരുകദാസിൻ്റെ സിനിമയായ ദീന എന്ന് പറയുന്ന ഒരു സിനിമയും സുരേഷ് ഗോപിയൊക്കെ അഭിനയിച്ച സിനിമ, ഇതിനായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ തിയേറ്റേഴ്സിന്. കൂടെ വിജയുടെ ഫ്രണ്ട്സ്. പക്ഷെ അന്ന് തിയേറ്ററിൽ റിലീസ് ചെയ്ത ആദ്യത്തെ ദിവസം മറ്റൊരു സിനിമകൾക്കായിരുന്നു കൂടുതൽ കളക്ഷൻ. അങ്ങനെ വിജയ് ആകെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. വിജയ്ക്ക് എന്തോ ഈ പടം വീണു, പരാജയപ്പെട്ടു എന്ന രീതിയിൽ വിജയ് നിൽക്കുമ്പോൾ സ്വർഗചിത്ര അപ്പച്ചൻ പറഞ്ഞ അദ്ദേഹം കുറേ മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചു. അടുപ്പിച്ച് എല്ലാ ദിവസവും ന്യൂസ് പേപ്പേഴ്സിൽ ഇതിൻ്റെ ഒരു പരസ്യം ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തു തുടങ്ങി. പിന്നെ പയ്യെ ആ സിനിമ കത്തിക്കയറി തുടങ്ങി. ആ സിനിമ സൂപ്പർ ഹിറ്റായി. അതിൽ ദീനയാണോ ഫ്രണ്ട്സ് ആണോ ഏറ്റവും ടോപ്പ് കളക്ഷൻ എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉറപ്പില്ല. 2 രീതിയിൽ രണ്ടുപേരുടെയും ഫാൻസ് പല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ദീനയായിരുന്നു എന്നൊരു ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ കളക്ഷനൊക്കെ ദീനയായിരുന്നു. ലോങ് റൗണ്ടിൽ എനിക്ക് തോന്നുന്നു ദീന തന്നെയായിരിക്കും. പക്ഷെ ഫ്രണ്ട്സും അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും വാഞ്ചിനാഥനെക്കാട്ടും കടത്തി വെട്ടി ഫ്രണ്ട്സ് ഒരുപാട് ദിവസം അവിടെ തിയേറ്ററിൽ ഓടിയ ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ഈ ഒരു സിനിമയിൽ നമുക്കറിയാം, അതിൽ ജഗതി ശ്രീകുമാറിൻ്റെ ഒരു ക്യാരക്ടർ മലയാളത്തിലെ അത് അവിടെ ചെയ്തത് വടിവേലുവാണ്. അപ്പോൾ വടിവേലുവിൻ്റെയും കരിയറിൽ വലിയൊരു എന്താ പറയുക മാറ്റം കൊണ്ടുവന്നു എന്ന് പറയാൻ പറ്റും. പക്ഷേ എന്നും അദ്ദേഹത്തിന് ഓർക്കുന്ന കഥാപാത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം തന്നെയായിരുന്നു അതിലെ ഒരു കഥാപാത്രം. നേസമണി എന്നാണ് ആ ഒരു ക്യാരക്ടറിൻ്റെയൊക്കെ പേര്. അത് വേറൊരു തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ തരത്തിലാണ് അവിടെ ചെയ്തത്. അവിടുത്തെ ഓഡിയൻസിനൊക്കെ അത് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ചാർലി എന്ന് പറയുന്ന നടൻ, സിദ്ദിഖിൻ്റെ തന്നെ അവർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നടനാണ് ചാർലി, സിദ്ദിഖിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എങ്ങനെ അദ്ദേഹത്തിന് ഉൾപ്പെടുത്താം. കാരണം ശ്രീനിവാസൻ്റെ ക്യാരക്ടറിന് അദ്ദേഹം ആപ്റ്റ് അല്ല എന്ന് എനിക്ക് തോന്നിയിട്ട്, നമുക്കറിയാം ആ ഒരു സിനിമയിൽ ജഗതി ശ്രീകുമാറിൻ്റെ കട്ടിൽ എടുത്ത് പൊക്കിക്കൊണ്ടു പോകുമ്പോൾ ഒരു പയ്യൻ വന്നിട്ട് സംസാരിക്കുന്നതും അവരുടെ കൂടെ ഒരു പയ്യനുണ്ട് ഇതിൽ ആ ഒരു ക്യാരക്ടറിന്, ആ പയ്യൻ്റെ ക്യാരക്ടർ എടുത്തിട്ട് വലിയൊരാളാക്കിയ ശേഷം ആ ഒരു റോള് ചാർലിക്ക് കൊടുത്തു. പിന്നെ മറ്റേ ശ്രീനിവാസിൻ്റെ റോള് രമേഷ് ഖന്ന എന്ന് പറയുന്ന നടനാണ് ആ ഒരു വേഷം ചെയ്തത്. പിന്നെ അതിൽ അനീതിയുടെ ക്യാരക്ടർ, ദിവ്യോഗ്നി ചെയ്ത ക്യാരക്ടറിന് ആ ക്യാരക്ടറിനെ പ്രണയിക്കുന്ന അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ടച്ചുള്ള ഒരു ക്യാരക്ടർ. ആ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തമിഴിലേക്ക് വന്നപ്പോൾ സിദ്ദിഖിൻ്റെ കുറേ സ്ക്രിപ്റ്റുകളൊക്കെ മാറ്റം വരുത്തിയിട്ട് ആ അനീതിനെ ക്യാരക്ടറിനെ പ്രണയിക്കുന്ന മറ്റൊരു ക്യാരക്ടറിനൊക്കെ കൊണ്ടുവന്നിട്ട്, അത് ശ്രീമാൻ എന്ന് പറയുന്ന നടനാണ്. അദ്ദേഹം ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അദ്ദേഹത്തിനാണ് ആ ഒരു ക്യാരക്ടറിനെ കൊണ്ട് എഴുതിയത്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഒരു വില്ലൻ തന്നെ ആ ഒരു സിനിമയിൽ വന്നു. ഫ്രണ്ട്സിലില്ലാത്ത ഒരു വില്ലൻ ക്യാരക്ടറിനെ അവരതിൽ കൊണ്ട് ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. പിന്നെ അതിൽ നായികയായിട്ട് ആദ്യം മീനയാണ് ഉദ്ദേശിച്ചിരുന്നത്.
അന്ന് പക്ഷേ മീനയുടെ ഡേറ്റിൻ്റെ പ്രശ്നം കാരണം സിമ്രാനെ നോക്കി, സിമ്രാൻ്റെ ഡേറ്റ് കിട്ടിയില്ല. അങ്ങനെയാണ് ദേവയാനിയിലേക്ക് എത്തിയത്. പിന്നെ അനീതിയായിട്ട് വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു നായിക, അന്ന് പുതിയ നായികയായിരുന്നു. അവരാണ് വിജയലക്ഷ്മി എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് ആ റോള് ചെയ്തത്. അവർ നമ്മൾ ദേവദൂതൻ എന്ന് പറയുന്ന ഒരു സിനിമയിലും കണ്ടിട്ടുണ്ട്. അവരന്ന് അപ്കമിങ് ആണ്, പുതിയ നായിക നല്ല ഒരു അപ്കമിങ് ആണ്. ദേവദൂതൻ എന്ന സിനിമയിൽ നമുക്കറിയാം അവർ അഭിനയിച്ചു. പിന്നീട് ഇപ്പോൾ റിലീസിൻ്റെ സമയത്തൊക്കെയാണ് അവരെക്കുറിച്ചുള്ള വീണ്ടും കുറേ ചർച്ചകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്, പല വിവാദങ്ങളെയും കണ്ടിട്ടുണ്ട്. അല്ലാതെ നമ്മൾ അവരെക്കുറിച്ചുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ മീന അതിന് ശേഷവും അതിനു മുമ്പും വിജയുടെ നായികയായിട്ടില്ല എന്നുള്ളതാണ്. ഷാജഹാൻ എന്ന് പറയുന്നതിൽ ഒരു പാട്ട് സീനിൽ മീന വന്നിട്ടുണ്ട്. പക്ഷേ ഞാനും ഈ അടുത്താണ് അതൊന്ന് സ്റ്റഡി നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മീന വിജയുടെ സിനിമകളിൽ വിജയുടെ നായികയായിട്ട് അഭിനയിച്ചില്ല. മീനയുടെ മകള് വിജയുടെ തെറി എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല എന്നുള്ളതൊരു അത്ഭുതം തന്നെയാണ്. പിന്നെ ഇതിലെ മറ്റൊരു രസകരമായിട്ടുള്ളൊരു കാര്യം, ഈ സിനിമ റിലീസ് ചെയ്ത് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതിൽ നമുക്കറിയാം ചുറ്റിക തലയിൽ വീഴുന്ന ഒരു രംഗമുണ്ട്. അത് തമിഴിലും മലയാളത്തിലും രണ്ടിലും ഉണ്ട്. അത് ജഗദീഷ് ശ്രീകുമാറും ഗംഭീരമായിട്ട് ചെയ്തു, ഇപ്പോഴത്തെ വടിവേലും ചെയ്തു. ആ ഒരു വടിവേലിൻ്റെ തലയിൽ ചുറ്റിക വീഴുന്നതൊക്കെ വെച്ചിട്ട് പ്രേ ഫോർ നേസമണി എന്നും പറഞ്ഞിട്ട് ഒരു ഹാഷ്ടാഗ് ഒക്കെ അന്ന് ഏതോ ഗ്രൂപ്പിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടു. അത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. അന്ന് പറയണ കേട്ടത് 2019 ആണെന്ന് തോന്നുന്നു, ലോക്സഭ ഇലക്ഷൻ്റെ സമയത്ത് വോട്ട് ഫോർ മോഡിയോ, മോദി സർക്കാർ 2 എന്നൊക്കെ പറഞ്ഞൊരു ഹാഷ്ടാഗ് അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഹാഷ്ടാഗിനെയും കിടത്തി വെട്ടിയ തരത്തിലാണ് ട്രെൻഡിങ് ആയി മാറിയത്. അതൊരു എല്ലാവർക്കും അറിയാം അതൊരു സിനിമയിലെ രംഗമാണെന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ അതൊരു തമാശ രൂപേണൊക്കെ ഷെയർ ചെയ്ത് ഹർഭജൻ സിംഗിനെ പോലെയുള്ളവരും ക്രിക്കറ്റ് പ്ലെയേഴ്സും പിന്നെ നമ്മുടെ നാഗചൈതന്യോ സാമന്തിയോ ഇവർ കുറേ സെലിബ്രിറ്റീസും അത് വളരെയധികം ഷെയർ ചെയ്ത് കുറേ ക്യാമ്പയിൻസിനൊക്കെ അത് രസകരമായിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളത് കണ്ടിട്ടുണ്ട്. അതിപ്പോഴും സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കാണാം. അപ്പോൾ എന്തായാലും അതിനുശേഷം വിജയും സൂര്യയൊന്നും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. സൂര്യയുടെ കരിയറിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നു. അതിനുശേഷം പിന്നെ സൂര്യക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ സൂര്യ നായകനായിട്ട് വന്നു, കാക്കയൊക്കെ ചെയ്തു. അങ്ങ് എന്താ പറയുക, വിജയുടെ ലെവൽ തന്നെ എത്തുന്ന ഒരു ടോപ്പ് ലീഗിലോട്ട് തന്നെ സൂര്യ വന്നിട്ടുണ്ട്. സിദ്ദിഖിനും ആ ഒരു സിനിമ വളരെ ഗുണം ചെയ്തു, സ്വർഗചിത്ര അപ്പച്ചന് ഗുണം ചെയ്തു. എന്നാലും സിനിമ വീണ്ടും അത് 4K ആക്കിയിട്ട് വീണ്ടും ഇപ്പോൾ നവംബറിലാണ് അത് റിലീസാകാൻ പോണത്. അത് കേരളത്തിലും എന്തായാലും റിലീസ് ഉണ്ടാവും. അപ്പോൾ കുറേ മാറ്റങ്ങൾ ആ സിനിമയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ അവരെ കുറച്ച് സിദ്ദിഖ് തന്നെ പറഞ്ഞിട്ടുണ്ട്, തമിഴ് ഓഡിയൻസിന് അവർക്ക് കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ട് തന്നെ കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടി തന്നെയാണ് അതിൽ അവരവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ സിനിമ വീണ്ടും തിയേറ്ററിൽ വന്നിട്ട് വിജയ് ഫാൻസിനും സൂര്യ ഫാൻസിനൊക്കെ വീണ്ടും ആഘോഷിക്കാൻ ഉള്ള ഒരു വക വന്നിരിക്കുകയാണ്. അപ്പോൾ അത് നടക്കുമ്പോൾ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക.